വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്തയുടെ ദൃശ്യങ്ങൾ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം, ഇത് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റാരും പറയാത്ത വാർത്തകളുടെ കൃത്യമായിട്ടുള്ള പോയിന്റുകളായിരിക്കും നമ്മളിവിടെ പറയുന്നത് എന്നുള്ളതാണ്. അതാണ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ്. ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവനെ തൂക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. സംഭവം ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, പുള്ളിക്കാരൻ മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് പുള്ളിക്കാരൻ അവിടെ പാസ്റ്റർ അല്ല, ഞാനത് പറഞ്ഞു വരികയാണത്. പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് പുള്ളിക്കാരൻ അവിടെ മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടത്തി. മതപരിവർത്തനം നടത്താനായിട്ട് ഇങ്ങനെ ശ്രമം നടത്തിയപ്പോൾ, അങ്ങനെ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്ന സമയത്ത് അവിടെയുള്ള ഒരു വ്യക്തി, അയാളുടെ പേര് ദൂണ്ടിയോ അങ്ങനെ എന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വ്യക്തി ഈ ഹിന്ദു ദൈവങ്ങളെ ഇയാൾ അധിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസിന് പരാതി കൊടുക്കുന്നു. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ഈ പോലീസ് ഇയാളെ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ വിശദമായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലായത് ഇയാൾ ഒരു പാസ്റ്റർ അല്ല, ഇയാൾ ഒരു US പൗരനാണ്. ഇയാളെ കാണാൻ തന്നെ ഏകദേശം ഒരു അർണോൾഡ് ശിവശങ്കരനെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഒത്ത പൊക്കവും നല്ല വണ്ണവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പോരാത്തതിന് ഇയാൾ US സൈനികനാണ്. US ആർമിയിൽ ഇയാൾ ഇപ്പോഴും സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോ ഇയാൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ മതപരിവർത്തനത്തിനായിട്ട് വന്നത്? എന്താണ് ഇയാളുടെ ഉദ്ദേശം? നമ്മുടെ നാട്ടിൽ ഇവാഞ്ചലൈസേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ US സൈനികനാണോ വരുന്നത്? എന്താ തോന്നുന്നു വിചേട്ടാ? ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞങ്ങള് ദേശീയ അന്തർദേശീയ വാർത്തകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ഇത് ഞങ്ങൾക്ക് 2 വാർത്തയായിട്ട് അനാലിസിന് മാത്രമുള്ളതാണ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ്. മറ്റേ നമ്മുടെ ചാനലിന്റെ പേര് ന്യൂസ് ഇന്ത്യ മലയാളം എന്നാണ്. പലപ്പോഴും നമ്മുടെ ഈ വാർത്തകൾക്ക് താഴെ വന്നിട്ട് പലരും ദൃശ്യങ്ങളുണ്ടോ വിഷ്വലുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ വാർത്തയ്ക്കും വിഷ്വൽ സഹിതമാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 8 തൊട്ട് 14 വാർത്തകൾ വരെ അതിൽ പോകും. 2 മിനിറ്റൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇത്ര സമയമൊന്നും അതിൽ മെനക്കെടുത്തുണ്ട്. 2 മിനിറ്റേ ഉള്ളൂ. ന്യൂസ് ഇന്ത്യ മലയാളം കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുക. അതിനകത്ത് വിഷ്വൽസ് കാണാൻ പറ്റും. അതായത് നമുക്ക് കാര്യത്തിലേക്ക് വരാം. മഹാരാഷ്ട്രയിൽ ഒക്ടോബർ 3-നാണ് ഈ സംഭവം നടക്കുന്നത്. ഒക്ടോബർ 3-ന് അവിടെ ഈ താനക്കടുത്ത് ഹിരാനന്ദാനി എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിനുള്ളിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അവിടെ ഒരു ചെറിയ മതസമ്മേളനം നടത്തുന്നു. നമ്മുടെ രാജ്യത്ത് മതസമ്മേളനം നടത്തുന്നതിന് ആർക്കും എതിർപ്പില്ല. മതപ്രഭാഷണം നടത്തുന്നതിന് എതിർപ്പില്ല. ഹിന്ദു മതപ്രഭാഷണം നടക്കാറുണ്ട്, ഇസ്ലാമിക മതപ്രഭാഷണം നടക്കാറുണ്ട്, ക്രിസ്ത്യൻസിന്റെ സുവിശേഷ പ്രസംഗങ്ങൾ നടക്കാറുണ്ട്. ഇതിനൊന്നും ആർക്കും എതിർപ്പില്ല. നല്ല കാര്യം തന്നെയാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് മതത്തിന്റെ ആയാലും എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഒരു കഥാരൂപത്തിൽ അത് കേൾക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഇതര മതസ്ഥരെ കുറ്റപ്പെടുത്തുന്നത് മ്ലേച്ഛമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായി അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈ രാഷ്ട്രീയമല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഒരു മതവിശ്വാസത്തെ അപമാനിച്ചുകൊണ്ടാകരുത് തന്റെ സ്വന്തം മതം വളർത്താനായിട്ട്. കാരണം മതം വളർത്തുന്നില്ലെങ്കിൽ മതത്തിന്റെ ഇന്ന ദൈവം ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ദൈവത്തിലേക്ക് വരൂ എന്നൊക്കെ പറയുന്നതിനകത്ത് ഓക്കെ, അത് നല്ല കാര്യം തന്നെ ആകാം. പക്ഷേ മറ്റൊരു മതത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ആ ദൈവങ്ങളെ അവഹേളിച്ചുകൊണ്ടും പോയി കഴിഞ്ഞാൽ ചോരത്തിളപ്പുള്ളവൻ കൈവെക്കും. പിന്നെ ഇരവാദം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ സംഭവിച്ച ഒരു കാര്യം നമുക്ക് അറിയാം. ബിസിനസ് വിസയിൽ US ആർമിയുടെ മേജറായ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഈ സൈനികൻ മഹാരാഷ്ട്രയിൽ എത്തുന്നു. ഇദ്ദേഹം US ആർമിയുടെ 2ാം ബറ്റാലിയനിലെ 44ാം നമ്പർ ഡിഫൻസ് ആർട്ടിലറി എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. 1-2 ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് സൈന്യത്തെ കുറിച്ചൊക്കെ. ഇദ്ദേഹം അവിടെ എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം ഗണപതി സർപ്പെ, മനോജ് ഗോവിന്ദ് എന്നിവരുടെ സഹായത്താൽ ഇവർ കുറച്ചുപേരെ സംഘടിപ്പിച്ച് മതപരിവർത്തനത്തിന് യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹിന്ദുക്കൾ അന്ധവിശ്വാസികളാണ്, ഹിന്ദുമതം അന്ധവിശ്വാസം നിറഞ്ഞതാണ്, ഹിന്ദു ദൈവങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗങ്ങൾ പോലും ഭേദമാകും എന്ന്. ഇത്തരത്തിലാണ് ഇതിന്റെ പ്രചരണം പോകുന്നത്. ഇവിടേക്കാണ് പോലീസ് എത്തിയത്. ഇനി ഈ പ്രചരണത്തിന്റെ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. ഇവര് ഈ മതപരിവർത്തനത്തിൽ നടക്കുന്ന ഒരു അടി വാങ്ങുന്നതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട് ഒരു കോസ്റ്റൽ ഏരിയയാണ്, കടപ്പുറം ഏരിയയോട് ചേർന്നൊരു നാടാണ്. അവിടെ ഒരു സ്ഥലത്ത് ഒരു 2 ഇതേപോലെ കുറച്ച് പേര് മതം പരിവർത്തനത്തിട്ട് വരുന്നു. അവര് ഈ വീട്ടുകാരോട് പറഞ്ഞു, കുറച്ച് വെള്ളം ഒരു വലിയ പാത്രത്തിൽ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ഒരു വലിയ പാത്രത്തിൽ അവർ വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. അതിലേക്ക് ഈ
മതപരിവർത്തനത്തിന് വന്ന ഈ ടീമുകളുടെ കയ്യിലുള്ള രണ്ട് വിഗ്രഹങ്ങൾ, ഒന്നൊരു കൃഷ്ണന്റെയും മറ്റൊന്നൊരു യേശു ക്രിസ്തുവിന്റെയും പ്രതിമ, രണ്ടും ഒരേപോലെ ഇരിക്കുന്ന രണ്ട് പ്രതിമകൾ. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങളിത് വെള്ളത്തിലിടുന്നു, സത്യമുള്ള ദൈവം പൊങ്ങിത്തന്നെ നിൽക്കും, താഴില്ല. കള്ളന്മാരും മറ്റേ പവറില്ലാത്ത ദൈവം താന്നു പോകുമെന്ന് പറയുന്നു. അങ്ങനെ വെള്ളത്തിലേക്ക് ഈ പറയുന്ന പ്രതിമകൾ ഇടുന്നു. അതിൽ കൃഷ്ണന്റെ പ്രതിമ താഴോട്ട് താന്നു പോകുന്നു, ജീസസിന്റെ പ്രതിമ ഉയർന്നു തന്നെ നിൽക്കുന്നു. അവിടെ ഒരു മദ്യപാനിയായ ഒരു വ്യക്തി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പുള്ളിക്ക് അപ്പൊ എന്തോ ഒരു പന്തികേട് തോന്നി. മദ്യപാനി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, വെളിവില്ലാതെ നിൽക്കുന്നവന് പോലും അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മദ്യപാനി എന്ന് എടുത്തു പറഞ്ഞത്. ഇദ്ദേഹം അപ്പൊ തന്നെ നിക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഈ വെള്ളത്തിനടിയിൽ ഈ പ്രതിമ പൊക്കിയെടുത്തു. അപ്പൊ മറ്റേത് ഈ പൊങ്ങ് തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ജീസസിന്റെ പ്രതിമ. മറ്റേത് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് കൃഷ്ണന്റെ ഉണ്ടാക്കിയത്. പക്ഷെ രണ്ടും ഒരേ കളറൊക്കെ അടിച്ച് ഒരേപോലെ ഉണ്ടാക്കി. അദ്ദേഹം ഇവരെ അടിച്ചില്ല, കാരണം ഇവരോട് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൃഷ്ണനെ എന്തായാലും ഞാൻ എടുക്കുന്നു, ജീസസിനെയും കൊണ്ട് നീ സ്ഥലം വിടുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ ജീസസിന്റെ വിഗ്രഹം കൊടുത്തു വിട്ടു. ഇതേ രീതിയിലാണ് പലയിടത്തും മതപരിവർത്തനം നടത്തുന്നത്. അതായത് ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുക, ഹിന്ദുക്കളെ അപമാനിക്കുക. അത് ഏതെങ്കിലും മതസ്ഥര് കേൾക്കുമോ? ഇപ്പൊ നമ്മൾ ചെന്നിട്ട് ഇവരാരും ഏതെങ്കിലും, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ദരിദ്രരായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, UP ബീഹാറിലൊക്കെ. പസ്മന്ത മുസ്ലിംസ് എന്നാണ് പറയുന്നത്. UP മാത്രം 27 ലക്ഷം പേരുണ്ട്. അവിടെ പോയിട്ട് എന്താണ് ഇവര് മതപരിവർത്തനം നടത്താത്തത്? തല കാണില്ല, അത് തന്നെയാണ് പ്രശ്നം. പേടിയാണ്, അവിടെ പോയി പറയില്ല അവിടുത്തെ. അപ്പൊ ഹിന്ദുക്കളടുത്ത് വന്നിട്ട് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ഹിന്ദു ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞോളൂ, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്. നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പറഞ്ഞു, നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുകയോ എടുക്കുകയോ ചെയ്താൽ പോരെ. പകരം നിങ്ങളുടെ ദൈവം മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തുളപ്പുള്ളവൻ എന്തായിരിക്കും ചെയ്യുന്നത്? ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കും. കേസ് അവൻ രണ്ടാമതേ ആലോചിക്കത്തുള്ളൂ. അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇനിയും നടക്കും. അത് BJPക്ക് അധികാരം ഇല്ലാത്തിരുന്ന കാലത്തും ഇതല്ല. BJP കണ്ടുകൊണ്ടല്ല ഇതൊന്നും ആരും ചെയ്യുന്നത്. കോൺഗ്രസ് 60 വർഷം ഭരിച്ചിട്ട് ഈ ഇവാഞ്ചലിസ്റ്റുകൾ, ഈ മതം മാറ്റ മാഫിയക്ക് ഇത്രയും ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഈ രാജ്യത്ത് മതം മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ മതം മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. മതമാറ്റം ഉണ്ടാക്കാൻ ഒരു സ്വയമേവ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതാണോ നല്ലത്, ഒരാളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്നതാണോ നല്ലത്? ഏതാണെന്ന് ആദ്യം തീരുമാനിക്കേണ്ട വിവരമാണ്. ഇനി കഥയിലേക്ക് വരാം. അങ്ങനെ പോലീസ് ഇവിടെ എത്തുന്നു. എവിടെ? ഈ ഹിരാനന്ദിനി എസ്റ്റേറ്റിലെ ഈ മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് എത്തുന്നു. അവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അനവധി പേരുണ്ട്. അവിടെ വരുന്നു. ഈ പറയുന്ന ഗണപതി സർപ്പയെയും മനോജ് കോവിന്ദയും കസ്റ്റഡിയിൽ എടുക്കുന്നു. അവിടെ വെച്ചിട്ട് ഈ ജെയിംസ് വാട്സനെ പിടിക്കുന്നു. ജെയിംസ് വാട്സന്റെ കയ്യിൽ നിന്ന് ഈ മത ലഘുലേഖകളും മതപുസ്തകങ്ങളും പിടിക്കുന്നു. തുടർന്ന് ഈ വാട്സൺ പോലീസിന്റെ കയ്യിൽ ഇത് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ വീഡിയോ ആണ്, വിശദമായ വീഡിയോ ആണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്യുന്ന തുടർന്നിട്ടുള്ള നാടകീയ സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാട്സനൊക്കെ നമുക്ക് കാണാൻ. തുടർന്ന് പോലീസുകളെ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് ഇയാൾ അവിടുത്തെ സൈനികനാണ്, വന്നിരിക്കുന്ന ബിസിനസ് വിസയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ വിദേശികൾക്ക് ഒരു മതത്തിന്റെ, ഈ ഇസ്ലാം മതത്തിന്റെ ഒക്കെ വരും, ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ, ആസാമിലും ഒക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരെയാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെ കൊടുക്കാറില്ല. ഇപ്പൊ അതിന് ചില ചട്ടങ്ങളും കാര്യങ്ങളുമുണ്ട്. പഴയത് നമുക്ക് അഴിഞ്ഞാടാൻ കഴിയില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അഴിഞ്ഞാട്ടമായിരുന്നല്ലോ ഇവിടെ. അങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇവർ കടന്നു കയറിയത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം ഇവർ കടന്നു കയറുന്നതിന് ഒരു വലിയ പരിധി വരെ അത് സഹായിച്ചിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡിലുമൊക്കെ കോൺഗ്രസിന്റെ, UPA സർക്കാരിന്റെ ഒക്കെ കഴിഞ്ഞ ഒരു 10-60 വർഷത്തെ ഭരണമാണ്. അന്നാണ് ഗൃഹാന്തേനെ ചുട്ടുകൊന്ന കേസുമൊക്കെ നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ട്, ഈ മതപരിവർത്തനത്തിൽ എത്തിയ ടീമൊക്കെ. അപ്പം ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പൊ അമേരിക്കൻ സൈന്യം ഒരു രാജ്യത്ത് വന്നിട്ട്, ഒരു സൈനികൻ അവിടെ വന്നിട്ട് ഇപ്പം ഇത് ചോദിച്ചിട്ട് ഒരു ഹിന്ദു ഇവിടുന്ന് നേരെ പോയിട്ട് അമേരിക്കയിൽ പോയി കുറെ ഇവാഞ്ചലിസ്റ്റുകളെ വിളിച്ച് കൂടിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദൈവം കൊള്ളില്ല, നിങ്ങൾ അതല്ല ഹിന്ദു മതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവൻ എപ്പോ ജയിലിൽ പോകുമെന്ന് ചോദിച്ചാൽ പോരെ? രണ്ടാമത്തെ കാര്യം, അവനെ എപ്പോ കൊന്ന് കാലവരിക്ക് അയച്ചപ്പോ എന്ന് ചോദിച്ചാൽ പോരെ? ഇടിച്ചവിടെ നോക്കും. സ്വാഭാവികമാണ്, അത് എല്ലായിടത്തും അങ്ങനെയാണ്. അതാണ് ഈ മഹാരാഷ്ട്ര സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മതപ്രചരണം നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് തെറ്റല്ല, അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്, നല്ലതാണ്. എല്ലാ മതങ്ങളും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ. പക്ഷേ മറ്റ് മതങ്ങളെ നിന്ദിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾ, അതിപ്പോ യൂട്യൂബിലൂടെ നടത്തിയാലും എവിടെ കൂടെ നടത്തിയാലും ഇടി കിട്ടുന്ന വഴി അറിയില്ല. ഇടി കിട്ടിക്കഴിഞ്ഞാൽ ന്യായം പറഞ്ഞു നിന്നിട്ട് കാര്യവും കാര്യവുമില്ല. അത് ചെയ്യും. അമേരിക്കക്കാരനൊന്നും ഇന്ത്യക്കാരനൊന്നും ഉള്ള വ്യത്യാസവും ഇല്ല ഇടിക്ക്. അല്ലാതെ ഇപ്പൊ ട്രംപ് അമേരിക്ക ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഈ സൈനികനെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ട്രംപ് അമേരിക്ക ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് ഇടിക്ക് ഒരു കുറവും വരില്ല, കിലോയ്ക്ക് വെയിറ്റിനൊന്നും ഒരു കുറവും വരില്ല. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക, സത്യമാസന്ധമായ പ്രചരണങ്ങൾ നടത്തുക ഒക്കെയാണ്. ഇപ്പൊ എന്താ രോഗശുശ്രൂഷ ശാന്തികളൊന്നും നടത്താത്തത്? തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോ പിടിക്കാൻ തുടങ്ങിയ ആളുകൾ. ഇപ്പൊ അങ്ങനെയുള്ള പരിപാടി നടത്താൻ പറ്റില്ല.
അപ്പം ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ചെന്ന് ചൊറിയുക, ചൊറിഞ്ഞ് എരന്ന് വാങ്ങുക, എരന്ന് വാങ്ങിക്കഴിഞ്ഞ് ഞരവാദം മുഴക്കുക. ഇതിനകത്ത് ഉം. മറ്റേ ഈ ഹമാസിന്റെ പിന്നെ ആരാധകരും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മൾ ശരിയാ. കഴിവതും നമ്മുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുക. നമ്മൾ ഒരാളെ ക്ഷണിക്കുക, നിങ്ങൾ വരുന്നോ? ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ എത്രയോ നല്ല ഇതുണ്ട്. നമ്മുടെ എന്താണ് ഈ ഒരുപാട് പിന്നെ സമിതികളില്ലേ, ഹിന്ദു ബ്രഹ്മകുമാരിസിനെ പോലുള്ള. അവരാരും നിന്ന് അവരുടെ ചേരാനല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് നിങ്ങൾ വരൂ, ഇതിൽ അവരുടെ ലഘുലേഖ കൊടുക്കും, നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കൂ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ അവർ ഉം. വന്നിട്ട് ഇപ്പൊ അവർക്ക് അറിയില്ല ഞാൻ ഹിന്ദു ആണോ ക്രിസ്ത്യാനി ആണോ ഒന്നും അവർക്ക് അറിയില്ല. അവര് വന്നിട്ട് എന്റെ മതത്തെ അവഹേളിച്ചുകൊണ്ട് പറയുകയോ ഇല്ലെങ്കിൽ എന്റെ ദൈവത്തെ പറയുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. അവരവരുടെ പ്രചരണാർത്ഥമാണ്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിന് നടക്കാറില്ലേ എന്ന് പറഞ്ഞാൽ അവരവരുടെ ആശയങ്ങൾ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് അത്. ആശയത്തിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ പോരെ, അല്ലാതെ നമ്മളെ നിർബന്ധിച്ച് നമുക്കിപ്പോൾ കുറെ പാൽപ്പൊടി തരാമെന്നോ ഇല്ല കുറച്ച് പൈസ തരാമെന്നോ ഇല്ലെങ്കിൽ ഇവിടെ വന്നാൽ നിന്റെ ക്യാൻസർ മാറുമെന്നോ ഒന്നും അവർ പറയുന്നില്ല. നിങ്ങൾ വരികയാണെങ്കിൽ കേൾക്കാം, ഇഷ്ടമുള്ളവർക്ക് ചെന്നാൽ മതി. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒരു പരിപാടി, ഞാനത് പങ്കെടുത്തതാണ്. വലിയൊരു പരിപാടിയായിരുന്നു, നല്ല പരിപാടി. അപ്പൊ എന്താണ് ആശയം അത് കേൾക്കാം, നമുക്ക് വേണേ പോവാം. അവരതൊന്നും നമ്മളത് പറയുന്നില്ല, ചെയ്യുന്നില്ല. അങ്ങനെ ആയിരക്കണക്കിന് ഇത് വിശ്വാസി സമൂഹങ്ങളില്ലേ ഇവിടെ. അത് ക്രിസ്ത്യൻസിനിടയിലും ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഇത് പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ട്, ഇല്ലേ? ഒരുപാടുണ്ട്. ഇസ്ലാം മതപ്രഭാഷകർ ചെയ്യുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഖുറാനെ പരിചയപ്പെടുത്തുന്നത് തന്നെ അനവധി സംഘങ്ങളുണ്ട്. നോർത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഖുറാൻ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ തന്നെ അവർ വായിക്കാൻ തരും. ഉം. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ പരിപാടി. എന്നിട്ട് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്കത് ദൂരീകരിക്കാനും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അവരൊരിക്കൽ പോലും നീ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ ചിന്തിക്കുന്ന കാര്യം ഇത് ഉം. ഉം. വായിച്ചിട്ട് ഉം. ഈ ആശയം ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അവർ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഞാനിപ്പോ ഷർട്ട് ഊരി ഇടുന്നത് പോലെ ഇപ്പൊ ഹിന്ദുമതം ഈ ഷർട്ട് ഊരി, ഹിന്ദുമതത്തിന്റെ ഷർട്ട് ഊരിയിട്ട് ക്രിസ്ത്യൻ മതത്തിന്റെ ഷർട്ട് എടുത്തിടുന്നു. നാളെ അതിൽ പ്രയോജനമില്ല, സിഖ് മതത്തിന്റെ ഷർട്ട് എടുത്ത് ഇട്ടതുകൊണ്ട് ഫാൻസി ഡ്രസ്സ് മാത്രമേ ആകുന്നുള്ളത്. ആന്തരികമായി ഉം. മാനസികമായി ഞാൻ മാറുന്നില്ല. കാരണം ഇവരൊക്കെ വളരെ വിചിത്രമായ കാര്യം, ഈ മതം മാറുന്നവരാരും തന്നെ അവരുടെ പേരും അഡ്രസ്സും ഒന്നും മാറുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, സംവരണം നഷ്ടപ്പെടും. ഇപ്പൊ പുതിയൊരു ഇപ്പൊ കുറെ നാളായിട്ട് ഇപ്പൊ ഇവർക്ക് ബി ജെ പിയുടെ പ്രതിഷേധം എന്ന് വെച്ചാൽ ഇവരിലേക്ക് ഉം. മാറുന്നവർക്ക് സംവരണം കൊടുക്കണമെന്നാണ് പുതിയ ഇവരുടെ ഒരു ആഗ്രഹം. അത് ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല, ഇന്ത്യയിൽ അത് നടക്കില്ല. അപ്പൊ ബാക്കിയുള്ള ആളുകൾ പൊട്ടന്മാരൊന്നുമില്ലല്ലോ സംവരണം വാങ്ങുന്നവര്. ഉം. അപ്പം ഇപ്പൊ തന്നെ ഒരുപാട് പേർക്ക് സംവരണം വേണമെന്ന് അത് ഇടിയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇനി ഇവർക്ക് സംവരണം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പൊ അതിന് ഇപ്പൊ തടയിടാൻ പോവുകയാണ്. കാരണം അപ്പുറത്തേക്ക് മാറുകയാണെങ്കിൽ, കാരണം ഈ ഇസ്ലാമിലൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പണി വെച്ചാൽ അവരുടെ ഈ ഗസറ്റിൽ പേര് വിജ്ഞാപനം ചെയ്യിക്കും. പിന്നെ ആ മഹല് പണ്ട് ഈ ഗൾഫിൽ പോയിട്ട് അറബിയെ പറ്റിക്കുന്ന പണി ഉണ്ടായിരുന്നു. ഇവിടുന്ന് അവിടെ പോയിട്ട് അവിടെ പോയി മതം ഉം. മാറും. മതം മാറി അവിടുന്ന് പൈസ മേടിച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അവൻ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആയിട്ട് അങ്ങ് പോകും. ഇപ്പൊ അത് നടക്കത്തില്ല, ഗസറ്റിൽ പേര് കൊടുക്കണം. രണ്ടാമത്തെ ഈ മഹൽ കമ്മിറ്റി തീരുമാനിച്ച് മഹൽ കമ്മിറ്റി അതിന് പബ്ലിസിറ്റി ചെയ്യും, ഇന്ന ആള് ഇന്ന ഉം. മതത്തിലേക്ക് ഉം. ഉം. മാറിയെന്ന്. ഇവിടെ അത് നടക്കുന്നില്ല. അതായത് ഈ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ജോസഫും തിരിച്ചു വരുമ്പോൾ രാഘവനുമായിട്ടാണ് ഇത് മാറുന്നത്. അതായത് അന്യനും പിന്നെ അമ്പിയും എന്നുള്ള രണ്ട് അമ്പി. റോഡിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതിനി നടക്കില്ല ഇവിടെ. അങ്ങനെ ഇനി ഉം. പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഇത് വെച്ചിട്ടാണ് ഇനി പോകുന്നത്. ഇനിയിപ്പോ ആ നിയമം വരുമ്പോഴാണ് ഇനി അടുത്ത കരച്ചിൽ. ഏതായാലും ഈ അമേരിക്കൻ സൈനികൻ മതപരിവർത്തനവുമായി വന്നതിനാണ് പിടിയിലായിരിക്കുന്നത്. ഏതായാലും പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു 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 സംഭവം. എന്തായാലും ഇതിന്റെ അറസ്റ്റും മറ്റുള്ള വിവരങ്ങളൊക്കെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഉണ്ട്. പ്രേക്ഷകർ ആ ചാനൽ കൂടി കാണുക.